സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കഴിഞ്ഞ തവണ സാങ്കേതികത്വത്തിന്റെ പേരിലാണ് മലപ്പുറത്തെ നാവാ മുകുന്ദ സ്കൂളിന് 2ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. സമാപന വേദിയിൽ വലിയ പ്രതിഷേധമുയർത്തിയാണ് അവർ മടങ്ങിയതും. ഇതോടെ നിയമം പൊളിച്ചെഴുതാൻ വിദ്യാഭ്യാസ വകുപ്പും തയ്യാറായി. ഇത്തവണ മികച്ച സ്കൂളിനുള്ള ചാമ്പ്യൻ പട്ടം നേടി മടങ്ങാനാണ് കായിക താരങ്ങളും അധ്യാപകരും ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ച പ്രഥമ സ്കൂൾ കായികമേളയിൽ കഴിഞ്ഞ തവണ പുരസ്കാര വേദിയിലാണ് അല്ലെങ്കിൽ സമാപന വേദിയിലാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ കണ്ടത്. അത് പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ സ്പെഷ്യൽ സ്കൂളിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട മലപ്പുറത്ത് നിന്നുള്ള തിരുനാവായ നവാമുകുന്ദ സ്കൂളിനെ അവഗണിച്ചുകൊണ്ട് സ്പെഷ്യൽ സ്കൂളായിട്ടുള്ള GV രാജ സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ, അതായത് മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷം ഒഴികെ എല്ലാ വർഷങ്ങളിലും നടന്നിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തിരിച്ചടിയായിരുന്നു ഞങ്ങൾക്ക്. അത് ഞങ്ങൾ നിയമപരമായിട്ട് മാറുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അതിൻ്റെ തലത്തിലേക്ക് പോയി. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തന്നെ ഇപ്പോൾ ആ ഉത്തരവ് പഴയ തലത്തിലേക്ക് ഇതിന് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഏത് തലത്തിലായാലും ഇപ്പോൾ GV രാജ ഞങ്ങളോട് മത്സരിക്കാനായാൽ പോലും ഞങ്ങൾ അവരോട് കോമ്പറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാംസും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഏത് മത്സരത്തിനും തയ്യാറെടുത്തിട്ട് തന്നെയാണ് ഈ മേളയ്ക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ കോൺഫിഡൻസിലാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ശക്തി. അവർ കഴിഞ്ഞ മുൻകാല മത്സരങ്ങളിലെല്ലാം പരിചയസമ്പത്തുള്ളവരാണ്. ദേശീയ ചാമ്പ്യന്മാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. വിലക്കിയാൽ പോലും അതിലൊന്നും ഞങ്ങൾ തളർന്നിട്ടില്ല. അതിലൊരു പ്രതികാരം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ കുട്ടികളുടെ അടുത്തിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട കേരളത്തിന് വേണ്ടിയിട്ട് പുതിയ കായിക താരങ്ങൾ ഉയർന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ കായിക താരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതിൽ ഞങ്ങൾ ആരും തളരാതെ തന്നെ ഇപ്രാവശ്യം തിരുത്തി ചെയ്താന്നുള്ള ആർജത്തോടെ ഞങ്ങൾ എല്ലാവരും തിരിച്ചെന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാ അത്ലറ്റ്സും അതേമാതിരി നല്ലവർ ചെയ്യുന്നത്. ഞങ്ങൾ ആകെ സ്പ്രിന്റ് ആയിട്ടുള്ള ത്രോസ് ജമ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ആ ഇനങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മെഡൽ വരാൻ ചാൻസ് ഉള്ളവരാണ് ഏറെക്കുറെ ആൾക്കാർ. ആ മത്സരം കടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ മലപ്പുറത്ത് നിന്നുള്ള തിരുനാവായ നവംബർ സ്കൂളായിക്കോട്ടെ, GV രാജ സ്കൂളായിക്കോട്ടെ, കോതമംഗലത്ത് നിന്നുള്ള സ്കൂളായിക്കോട്ടെ, അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങുന്നു. ട്രാക്കുകൾ അതിന്റെ ആവേശത്തിലേക്ക് ഉണരുകയാണ്. കുട്ടികളും അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.